ഫോർ ലൈഫിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു സ്വർണ്ണപ്പണിക്കാരനെയും തിരക്കി ഇറങ്ങി പുളിമൂട് ജംഗ്ഷനിലുള്ള രേവതി എന്ന് പറയുന്ന ഗോൾഡ് വർക്ക്സിലേക്ക് നമ്മൾ ചെന്നു. എന്തിനാ ഞാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 2 കോയിൻ ഉണ്ടായിരുന്നേ. ആ 2 കോയിനും കൊളുത്തില്ല. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കൊളുത്ത് വെപ്പിക്കാൻ പോയതാണ്. ചേട്ടനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ചേട്ടൻ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ആ കോയിൻ എടുത്തിട്ട് അതിന് വളവ് വെക്കാൻ വേണ്ടി ചെറിയതുണ്ട് ഇതുപോലുള്ള ചെറിയ തരികളെടുത്ത് അതിലോട്ട് വെക്കുവാണേ. നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഈ കുഞ്ഞു തരിയിൽ നിന്ന് ഒരു കൊളുത്തൊക്കെ വെച്ച് ഇങ്ങനെ ഇതൊക്കെ. എനിവേ അത് കഴിഞ്ഞിട്ട് ആ കൊളുത്തയിലോട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ചേട്ടനൊരു ഗ്യാസ് ലൈറ്റർ എടുത്ത് നോക്ക്, ഇങ്ങനെ അതിനെ ചൂട് പിടിപ്പിക്കുക, തീ കത്തിക്കുക. അപ്പോഴത്തേനും ആ അടിയിലിരിക്കുന്ന ആ പഞ്ഞി പോലത്തെ സാധനം കണ്ടോ, അത് നനഞ്ഞതാണെന്ന് തോന്നുന്നു. കത്തുന്നില്ല കേട്ടോ, ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, കത്തുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പൊന്നേ, എൻ്റെ സ്വർണം കരിഞ്ഞു പോയി. ഞാൻ നോക്കുമ്പോൾ കളറെല്ലാം മാറിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര അടുത്തിങ്ങനെ സ്വർണ്ണപ്പണിക്കാർ പണിയുന്ന കാണുന്നത്. അപ്പോഴത്തേനും എനിക്ക് തന്നെ പേടിയായി. ദൈവമേ, ഇനി ഇത് കറുത്തതിനി തിരിച്ച് ഗോൾഡ് ആവുമോ? ഒരു ചെറിയൊരു ആകുലത എനിക്ക് വന്നു. ഇതിനി ഗോൾഡ് കളർ ആവുമോ ഇല്ലേ, അതോ ഈ കളറാണോ? അപ്പോൾ ഞാൻ ചേട്ടനോട് അത് പ്രകടിപ്പിച്ചു. ചേട്ടാ, ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, നേരെ വരത്തില്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും. ചേട്ടൻ ഇതിങ്ങനെ ചൂടാക്കുന്നു, ഇതിൻ്റെ കൊളുത്ത് പിടിപ്പിക്കുന്നു, വീണ്ടും വെള്ളത്തിനകത്തോട്ടിടുന്നു, ഒരു ലായനിക്കകത്തോട്ടിടുന്നു, വീണ്ടും അടുത്തത് എടുക്കുന്നു, 2നെയും തീ പിടിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിടുന്നു, വേറൊരു ലായനിയിലിടുന്നു, മുക്കുന്നു, എടുക്കുന്നു, പൊക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നി, ഇതെന്തുമായി കാണിക്കുന്നത്. പെട്ടെന്ന് കൊളുത്ത് അതിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അതൊക്കെ ലെവലൊക്കെ ചെയ്തതിന് ശേഷം ചേട്ടൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പിനൂല് പോലത്തെ ഒരു സാധനം ഉണ്ടായിട്ട് അതേ 2 കൂടെ കോർത്തതിന് ശേഷം ഞാൻ ഓർത്തു, ഇനി എന്നാ കാണിക്കാൻ പോകുന്നത്. അന്നേരം അടുത്തായിട്ട് വീണ്ടും ലൈറ്റർ ഓൺ ചെയ്ത് വീണ്ടും തീ കത്തിച്ചിട്ട് വീണ്ടും ലായനിക്കകത്തിടുന്നു, അതെടുക്കുന്നു, ഇതിടുന്നു, അതിൽ നിന്ന് വെള്ളത്തിലിടുന്നു, അതിൽ നിന്ന് ലായനിലിടുന്നു, ഇത് മുക്കുക പൊക്കുക, ഇതൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്നാ ചേട്ടാ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ വളരെ സഹൃദയനായ ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആ ചേട്ടൻ അതിൻ്റെ ലായനിക്കകത്തൊക്കെ ഇട്ടെ, പിന്നെ വെള്ളത്തിൽ മുക്കിയ ഒരു 3-4 തരത്തിലുള്ള വെള്ളമുണ്ട്, അതിനകത്തെല്ലാം മുക്കിയ. അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി, പേടിക്കണ്ട, ഇത് കൊണ്ടുപോയി പോളിഷ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, അതിനകത്തിടുമ്പോൾ റെഡിയാവുന്നു. ഇതാണ് പോളിഷ് ചെയ്യുന്ന മെഷീൻ. ഇതിനകത്ത് നിറയും കുഞ്ഞു ബോളുകളാണ്. ഇതിൽ നിന്ന് പോളിഷ് ചെയ്ത് വെളിയിലെടുക്കുമ്പോൾ നല്ല സ്വർണ്ണ നിറത്തിൽ തന്നെ ഇരിക്കും. ചേട്ടൻ എനിവേ ഞങ്ങൾക്ക് പോളിഷ് ചെയ്ത് ഞങ്ങളുടെ കോയിൻ അതേ സ്വർണ്ണ നിറത്തിൽ തന്നെ, സ്വർണ്ണമായി തന്നെ കൈകളിൽ തിരിച്ചു തന്നു. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.